മഹിതമുണ്ടാകട്ടെ. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ ബിലീവേഴ്സ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാറുള്ള എല്ലാ ദൈവസഭകളും ചേർന്ന് നടത്തപ്പെട്ട VBSൻ്റെ 4ാമത്തെ ദിനമാണ്. ഇന്നത്തെ ദിവസം വിശേഷം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെയുള്ള ദൈവസഭകളും ദൈവമക്കളും ദൈവദാസന്മാരും വളരെ ആത്മാർത്ഥമായി ഈ VBSൻ്റെ പിൻപിൽ അതോടൊപ്പം UCPFൻ്റെ പിൻപിൽ അണിനിരക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയായി പ്രത്യേകിച്ച് കൂട്ടായ പ്രവർത്തന ഫലമായി ഒരു വലിയ വിജയം തന്നെ എന്ന് പറയാൻ കഴിയും. ഈ VBSൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ടീം എക്സൽ VBS നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ശ്ലാഘനീയവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലുമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അതിന് പിന്നിൽ ധാരാളം അധ്വാനങ്ങൾ പ്രയത്നങ്ങളുണ്ട്. എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രക്ഷാധികാരി സാങ്കുട്ടി ജോൺ പാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ ദേവദാസന്മാർ, സെക്രട്ടറി മുതലായ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ, കൺവീനിയേഴ്സ്, അവരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതുവരെയുള്ള പ്രവർത്തന വിജയം. തുടർന്നും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ദേശത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിനായി എല്ലാവരുടെയും പിന്തുണ തേടുന്നു. പ്രത്യേകിച്ച് എല്ലാവർക്കും കൂടെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. നല്ലൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതിനുപരിയായി നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ പഞ്ചായത്തുകൾ ആരും അന്യോന്യം ഒരു സഹകരണ മനോഭാവമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. ഇത് നമ്മൾ അന്യോന്യം കാണാനും സ്നേഹിക്കാനും പരിചയപ്പെടാനും എന്നെ സംബന്ധിച്ചോളം എനിക്ക് പുസ്തകത്തോട് ചിറ്റാറ് പഞ്ചായത്തിൽ നല്ല പരിചയമായി എല്ലാവരുമായിട്ട്. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായ കാര്യം നമ്മൾ അന്യോന്യം സഹകരണമുള്ളതായിരിക്കുക. ദൈവമക്കളും ഈ കാലത്ത് ബന്ധുക്കോസാരുടെ ഇടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് സഹകരണവും സ്നേഹവും. അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അത് VBS നല്ല കാര്യം. നമ്മൾ ആണ്ടിലൊരിക്കലും ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. പണം ചിലവാക്കിയാലും സമയം ഞാൻ എൻ്റെ മുഴുവൻ സമയം ഈ ആഴ്ചത്തെ സമയം മൊത്തം VBSന് വേണ്ടിയാണ് ചിലവാക്കിയത്. ഞാൻ രാത്രി 10 മണി ആവും വീട്ടിൽ ചെല്ലുമ്പോൾ. അതേപോലെ ഞങ്ങൾ എല്ലാവരും കടന്ന് ഞങ്ങൾ ഇത് കഷ്ടപ്പെട്ട് VBSന് വേണ്ടി കഴിയുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി. അത് ദൈവം ബാലൻ നടക്കേണ്ടത് വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറിയാലും തിരുവചനം പഠിക്കുന്നു. ആ വചനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ വചനം പഠിക്കുക, ആ വചനത്തിൽ ആശ്രയിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ പാതയിലേ നടക്കുകയുള്ളൂ. അതാണ് ഏറ്റവും കാര്യം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. VBS ഉള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗെയിമും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം ഞാനും കാണും. എല്ലാവരും കാണണം. ഓക്കെ. ഈ വേക്കത്തെ എക്സലിൻ്റെ VBS വളരെ അനുഗ്രഹപ്രദമായ ഒരു VBS ആയിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു VBS. 1ാം ദിവസം തന്നെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിട്ട് നല്ല ആക്ഷൻ സോങ്, നല്ല സ്കിറ്റ്, നല്ല പാട്ടുകൾ, അതനുസരിച്ചുള്ള നടത്താൻ കഴിയുന്ന ലീഡേഴ്സുകൾ, അവരുടെ ഉത്തേജനവും അവരുടെ ആക്ഷനാണ് ബാക്കി കുഞ്ഞുങ്ങളിലേക്ക് അങ്ങോട്ട് പകർന്നു കൊടുത്തത്. അത് പ്രായമുള്ള കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വളരെ ഉത്തേജനം കൊണ്ട് നല്ല ആക്ഷൻ സോങ് കളിക്കാനും പാട്ട് പാടാനും അതെല്ലാ കുഞ്ഞുങ്ങളും വലിയ അതിനപ്പുറമായിട്ട് വലിയ സമർപ്പണവും പ്രാർത്ഥനയും നല്ല കൊച്ചു ചെറിയ മെസ്സേജുകളും അതെല്ലാം ഹൃദയത്തിനകത്ത് സ്പർശനമേൽക്കുന്ന നല്ല നല്ല ചിന്തകളും ആശയങ്ങളും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. അതായിരുന്നു ഈ വേക്കത്തെ ഏറ്റവും വലിയ VBSൻ്റെ പ്രത്യേകതയാണ്. ആക്ഷനേക്കാളിലും പാട്ടിനേക്കാട്ടും നല്ല മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് വരെയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെയും ഹൃദയത്തിനകത്ത് സ്പർശിക്കുന്ന നല്ല നല്ല കർത്താവിനെക്കുറിച്ചുള്ള സമർപ്പണ മെസ്സേജുകൾ പല കുഞ്ഞുങ്ങളും കരഞ്ഞ് ഏറ്റെടുക്കുന്നതായിട്ട് കണ്ടു, കണ്ണുനീരൊഴുക്കുന്നതായിട്ട് കണ്ടു. അതായിരുന്നു ഈ വേക്കത്തെ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച ചിന്തയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ സമർപ്പണം, അവരുടെ ഹൃദയത്തിൽ പകർന്ന കർത്താവിൻ്റെ കഥകൾ, ആ പ്രാർത്ഥനകൾ, അത് വരുന്ന ദിവസങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എക്സൽ VBS പൊളിയായിരുന്നു. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. VBS കൊള്ളായിരുന്നു. ഈ VBS നല്ല രസമുണ്ടായിരുന്നു. എക്സൽ VBS കൊള്ളായിരുന്നു. നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു. പഠിപ്പിച്ച സാർമാരും ടീച്ചേഴ്സും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം നല്ല വൈബ് കിട്ടി. പിന്നെ കുറേ ഗെയിംസ് കളിച്ചു, കുറേ മാർക്കും കിട്ടി. ഇങ്ങനെയൊക്കെ പോവായിരുന്നു. ഇന്നത്തെ VBS സൂപ്പർ. എക്സൽ VBS ഇവിടെ നടത്തിയത് ഏറ്റവും മനോഹരമായിരുന്നു. കുട്ടികൾക്കെല്ലാം വളരെ താല്പര്യമുണ്ടായിരുന്നു. കുട്ടികളെല്ലാം വളരെ താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും ഇടയായിത്തീർന്നു. അവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ പഠിക്കാൻ ഇടയായിത്തീർന്നു. അതിനുപരിയായിട്ട് കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഒക്കെ വചനം കേട്ടിട്ട് അവർ താല്പര്യപ്പെടുന്നു.
വളരെ അനുഗ്രഹമായിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസം പഠിപ്പിക്കുവാൻ അടിയങ്ങളെ സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളെ ദൈവം അതിനായിട്ട് ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച ആ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തന്നെ അത് ഒരു ദൈവരായത്തിന് ഒരു മുതൽക്കൂട്ടായി ഇരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ BBS ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് നന്ദി പറയും. ഇന്നത്തെ VBS നല്ലതായിരുന്നു. നല്ല പാട്ട് വൈബുള്ള VBS ആയിരുന്നു. നല്ല പാട്ടുകളും കഥകളും ഒക്കെ പഠിക്കാൻ പറ്റി. ഒത്തിരി പേരെ അനേകം ആൾക്കാരെ പറ്റി പഠിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറുമാരൊക്കെ നല്ല രസമായിരുന്നു. നല്ലപോലെ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുകയും ഗെയിമൊക്കെ സൂപ്പറായിരുന്നു. നല്ലപോലെ വൈബായിട്ട് നിൽക്കാൻ പറ്റി. CPUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന BBS ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായി. എക്സൽ ടീം വളരെ ആത്മാർത്ഥമായിട്ട് പാസ്റ്റർ അനിൽ ഇലന്തൂരിൻ്റെ നേതൃത്വത്തിൽ കുടുംബമായി അവരിവിടെ പാർത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു. ഏറ്റവും മികച്ച പാട്ടുകൾ, ആക്ഷൻ സോങ്, മിഷണറി കഥകൾ, ദൈവവചനം പഠിപ്പിക്കുന്നതിലും കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിലുമൊക്കെ വളരെയധികം ശ്രദ്ധയോടെ അവർ കാര്യങ്ങൾ ചെയ്തു. ഈ പ്രാവശ്യം ഇവിടെ പങ്കെടുത്ത കുട്ടികൾക്കും അധ്യാപകർക്കും ഈ പ്രാവശ്യത്തെ BBS ഏറ്റവും അനുഗ്രഹമായിരുന്നു. എക്സൽ ടീമിന് പ്രത്യേകമായി ആശംസകളാണ്. പ്രാവശ്യത്തെ നമ്മുടെ UCBFൻ്റെ ആഭിമുഖ്യത്തിലുള്ള നമ്മുടെ BBSൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നെത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു BBS ഇപ്രാവശ്യം ദൈവം നമുക്ക് തന്നു. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ BBS വളരെ അനുഗ്രഹമായിട്ട് നടന്നു. ഏതാണ്ട് 200-ലധികം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കിഴക്കൻ മലയോര പ്രദേശത്ത് ദൈവം നമുക്ക് ഇപ്രാവശ്യം കൂട്ടിവരുത്തി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രീസ് പ്രിയ അനിൽ സാറ് കുടുംബം അവർ പ്രത്യേക നന്ദി പറയുന്ന അവരുടെ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ദൈവം അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ BBSൽ സംബന്ധിച്ചത് ഇന്നലെ ആ ബുധനാഴ്ച ദിവസം അവരുടെ ആ സമർപ്പണ ആ ഒരു സമയങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി സമർപ്പിക്കപ്പെടുന്നത് കാണാനായിട്ട് ദൈവം ഇടയാക്കി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ BBS കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് തന്നെ അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതാണ് നമ്മുടെ ശ്രമങ്ങൾ. നമ്മുടെ ചിറ്റാറ്, സീതത്തോട്, ആങ്ങമൊഴി, വയ്യാറ്റപ്പുറം പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയി കുഞ്ഞുങ്ങളെ വാഹനത്തെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് തന്നെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള തലമുറകളായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. കിഴക്കൻ മലയോര പ്രദേശത്തെ വേർപെട്ട ദൈവജനത്തിൻ്റെ ഒരു ആത്മീക സംഗമമാണ് UCBF എന്ന് പറയുന്ന പ്രസ്ഥാനം. UCBF ഇതിനു മുൻപ് ഏതാണ്ട് 11 BBSകൾ നടത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നല്ലൊരിടക്കാലം ഈ പ്രവർത്തനം ഒന്ന് മന്ദിപ്പിക്കാനായിട്ട് ഇടയായെങ്കിലും വീണ്ടും രൂപീകരിച്ച് കൊണ്ടുവന്ന് ആദ്യമേ നടത്തുന്ന UCBFൻ്റെ 11ാമത്തെ BBS ആയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. വളരെയേറെ അധ്വാനം ഇതിൻ്റെ പിൻപിലുണ്ട്. എങ്കിലും ഇവിടെയുള്ള ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും ഒരു ഐക്യതയുടെ ഫലമാണ് ഈ BBS ഇത്രത്തോളം പ്രയോജനപ്രദമാക്കി തീർക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇതിൻ്റെ പിൻപിൽ വലിയൊരു അധ്വാനവും വലിയൊരു സാമ്പത്തിക ഭാരമുണ്ടെങ്കിലും ഒന്നും കണക്കാക്കാതെയാണ് ദൈവമക്കൾ ഇതിനോട് പ്രതികരിച്ചത്. ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടുതലായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും രാവിലെ ഇവിടെ അവരെ കൊണ്ടുവരുന്നതുൾപ്പെടെ തിരിച്ചവരെ വീട്ടിൽ കൊണ്ടെത്തിച്ച് ഇതിനിടയ്ക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളും വേണ്ടതായിട്ട് സംരക്ഷണവും ഒരുക്കിയാണ് അവരെ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ഈ സംഘടന തയ്യാറായി തീർന്നത്. BBSനെ സംബന്ധിച്ച് പറയുമ്പോൾ എക്സൽ BBS ആണ് കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട BBS എന്ന് പറയുന്നത് എക്സൽ BBS ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷവും എക്സൽ BBSനെ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. എക്സൽ BBSൻ്റെ ഈ പ്രാവശ്യത്തെ തീം അവരുടെ ആ ഒരു ക്രമീകരണം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായി തീർന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസേനയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് ഒരു സമർപ്പണത്തോട് പാപത്തോട് വിട പറയുന്നതിനെക്കുറിച്ച് ഉള്ളൊരു ബോധം അവർക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ തന്നെ അവർ സമർപ്പിതരുമായി തീരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് പരിശുദ്ധാത്മാവിൽ പോലും നിറയുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യുവതലമുറകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളെ ഒരാഴ്ച നമുക്ക് ചേർത്ത് പിടിക്കാനും യേശുവിൻ്റെ സ്നേഹം അവരെ പറഞ്ഞു കൊടുക്കാനും അതിലേക്ക് നിർത്തുവാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ സഹകരണവും ഒക്കെ ഞങ്ങൾ സദയം ആരംഭിക്കുകയാണ്. അതിനുള്ളതായിട്ടുള്ള എല്ലാവരോടുമുള്ള ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമായിട്ടുള്ള
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്കിവിടെ അവസാന ബിന്ദു ഇടുന്നു.